ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ ബോൻജായി എന്ന കവിതയിലെ 1 മാർക്കിന് വരാവുന്ന, അതായത് 1 വേർഡ് ക്വസ്റ്റ്യനും ആൻസറുമാണ്. നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാലിക്കിനെ പൗതേക്കോ കഹാൻ ലഗാദിയ. യജമാനൻ പൗതേക്കോ ചെടിയെ എവിടെയാണ് കുഴിച്ചിട്ടത്? ഉത്തരം ഗമലേമേ. അതായത് യജമാനൻ ചെടിയെ എവിടെയാണ് കുഴിച്ചിട്ടത്? ഗമലേമേം. ഗമലേമേം എന്ന് പറഞ്ഞാൽ പൂച്ചട്ടിയിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആനെ ജാനേവാല ആശ്ചര്യസെ ക്യാ ദേഖ്നേലേക്ക്. ആനെ വരുന്നവരും ജാനേവാല പോകുന്നവരുമായിട്ടുള്ള ആളുകൾ ആശ്ചര്യസെ വളരെ ആശ്ചര്യത്തോടെ ക്യാ ദേഖ്നേലേക്ക് എന്താണ് നോക്കിയിരുന്നത്? ഉത്തരം ആൻസർ ഗമലേക്ക പൗദ, അതായത് ആ പൂച്ചട്ടിയിലുള്ള ചെടി, അതായത് ബോൻസായി ദേക്കർ, അതിൻ്റെ ബോൻസായി രൂപം ദേക്കർ കണ്ടിട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഋതു സമാനാർത്ഥി ശബ്ദ്. ഋതു എന്നതിൻ്റെ സമാനാർത്ഥമുള്ള ശബ്ദം. ഉത്തരം, അതായത് ആൻസർ മൗസം. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാലിക് ക്യാ ദേക്കർ ഡർഗയ. യജമാനൻ ക്യാ ദേക്കർ എന്ത് കണ്ടിട്ടാണ് ഭയന്നത്? ആൻസർ ബോൻജായി മേ ഫൽ ഫൂൽ ദേക്കർ. ബോൻജായിൽ പഴവും പൂക്കളും ദേക്കർ കണ്ടിട്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബോൻജായി കിസ്നെ ലിഖ. ബോൻജായി ആരാണ് എഴുതിയത്? സുധാ ഉപാധ്യായ്. ആൻസർ സുധാ ഉപാധ്യായ്. അടുത്ത ക്വസ്റ്റ്യൻ 6, ബോൻജായി കിസ് വിധ കി രചന ഹെ. ബോൻജായി ഏത് വിധത്തിൽപ്പെട്ട രചനയാകുന്നു? ആൻസർ കവിത. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മാലിക്കിനെ ബോൻജായി കോ ഗൂരേ പർ ഫേങ്ക് ദിയ. ക്യോം. മാലിക് ബോൻജായിയെ ആ ചപ്പു ചവറിലേക്ക് വലിച്ചെറിഞ്ഞു. ക്യോം, എന്തുകൊണ്ട്? ആൻസർ മാലിക് ബോൻസായി പരമ്പര കാ വികാസ് നെയ് ചാത്ത. മാലിക് യജമാനൻ ബോൻസായി വംശം വികസിക്കാൻ ആഗ്രഹിച്ചില്ല, അത് ഉണ്ടാവാൻ ആഗ്രഹിച്ചില്ല. അടുത്ത ക്വസ്റ്റ്യൻ 8, ഗൂരേപ്പർ ബോൻസായി കി ജഡേ അവർ ഫൈൽ കി. ആ ചപ്പു ചവറിൽ വേസ്റ്റിൽ ബോൻസായി ജഡേ, ബോൻസായിയുടെ വേരുകൾ ഒന്നുകൂടി ഫൈൽ കി വ്യാപിച്ചു തുടങ്ങി. ഇസ്കാ മത്ലബ് ക്യാ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ ബോൻസായി സ്വതന്ത്രദാസെ പനപ്പിനിലേക്ക്, അതായത് ബോൻസായി സ്വാതന്ത്ര്യത്തോടെ വളരാൻ തുടങ്ങി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.